വരാഹി ദേവിയുടെ അത്ഭുത കഥ. രക്തബീജന്റെ നിഗ്രഹം. വരാഹി ദേവിയുടെ അധികമാരും അറിയാത്ത ഒരു പ്രധാന കഥ രക്തബീജൻ എന്ന അസുരനുമായി ബന്ധപ്പെട്ടതാണ്. സപ്തമാതാക്കളിൽ ഒരാളാണ് വരാഹി. രക്തബീജന്റെ വരം. ശക്തനായ രക്തബീജൻ ശിവനിൽ നിന്ന് ഒരു വരം ലഭിച്ചിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്ന് അതേ രൂപത്തിലുള്ള ആയിരക്കണക്കിന് പുതിയ അസുരന്മാർ ജനിക്കുമെന്നതായിരുന്നു ആ വരം. ദേവിമാർ യുദ്ധത്തിൽ ഈ അസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ദുർഗാദേവിയുടെ നേതൃത്വത്തിൽ സപ്തമാതാക്കൾ യുദ്ധത്തിന് ഇറങ്ങി. പ്രതിസന്ധി: ദുർഗാദേവിയും മറ്റ് മാതാക്കളും രക്തബീജനെ പ്രഹരിക്കുമ്പോൾ അവന്റെ രക്തം നിലത്ത് വീഴുകയും ആയിരക്കണക്കിന് പുതിയ അസുരന്മാർ ഉടലെടുക്കുകയും ചെയ്തു. ഇതുകാരണം യുദ്ധം കൂടുതൽ കടുപ്പമുള്ളതാകുകയും ദേവിമാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതാവുകയും ചെയ്തു. വരാഹിയുടെ ഇടപെടൽ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വരാഹി ദേവി മുന്നോട്ട് വന്നു. പന്നിമുഖത്തോടുകൂടിയ വരാഹി ഭയങ്കരമായ രൂപം പൂണ്ട് രക്തബീജനെ ആക്രമിക്കുമ്പോൾ പുറത്തുവരുന്ന ഓരോ തുള്ളി രക്തവും നിലത്ത് വീഴുന്നതിന് മുൻപ് തന്നെ നാവുപയോഗിച്ച് നക്കി എടുക്കുകയും കുടിക്കുകയും ചെയ്തു. നിഗ്രഹം. നിലത്ത് രക്തം വീഴാതിരുന്നതിനാൽ പുതിയ അസുരന്മാർ ഉണ്ടാകുന്നത് നിലച്ചു. ഒടുവിൽ രക്തബീജന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും വരാഹി ദേവി കുടിച്ചു വറ്റിക്കുകയും ദേവി ദുർഗ അവനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഈ കഥ വരാഹി ദേവിയുടെ ഉഗ്രമായ ശക്തിയെയും പ്രതിസന്ധികളെ നേരിടാനുള്ള തനതായ കഴിവിനെയും അതുപോലെ ദുഷ്ടശക്തികളെ വേരോടെ നശിപ്പിക്കാനുള്ള ഭീകര രൂപത്തെയും എടുത്തു കാണിക്കുന്നു.